സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മദ്ദളത്തിൽ ആദർശം നേടിയ വിജയം പെറ്റമ്മയ്ക്കും പോറ്റമ്മയ്ക്കുമുള്ള സമർപ്പണമാണ്. വാദിതാളം ജീവിതതാളമാക്കിയ ഈ 10ാം ക്ലാസ്സുകാരന് താളക്രമങ്ങൾ സ്വായത്തമാക്കി നൽകിയത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹവും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനവുമാണ്. കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ് ആദർശ്. തലശ്ശേരിക്കാരൻ മദ്ദളം കൊട്ടിയപ്പോൾ കൊല്ലത്തിനത് അഭിമാനമായതെങ്ങനെയെന്നാകും ചിന്ത. കാരണം അമ്മയാണ്, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അച്ഛൻ നഷ്ടപ്പെട്ട ആദർശിന് എല്ലാം അമ്മ നീനയാണ്. നീനയ്ക്ക് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ഓർമ്മ വെച്ച കാലം മുതൽ കയ്യിൽ കിട്ടുന്നതിലെല്ലാം ആദർശ് താളമിടും. അവധി ദിവസങ്ങളിൽ സമീപത്തെ ക്ഷേത്രത്തിലെത്തി മേളക്കാർക്കൊപ്പം കൂടും. ആദർശിന്റെ അച്ഛൻ മരണപ്പെട്ടതോടെ മകനെ നന്നായി വളർത്താൻ ജോലി തേടി നീന വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. മകനുമായി അമൃതപുരിയിൽ അമ്മയ്ക്കരികിലെത്തി ഇക്കാര്യം പറഞ്ഞു. ആദർശിനെ താൻ വളർത്തിക്കൊള്ളാമെന്നായി അമ്മ. തൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യത്തിനും അമ്മ വഴിയൊരുക്കുമെന്നറിഞ്ഞതോടെ ആദർശിനും അത് സന്തോഷമായി. അങ്ങനെ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹോസ്റ്റലിൽ നിന്ന് പാഠവും താളവും ആദർശ് പഠിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മികച്ച മദ്ദളം വാദകരിൽ ഒരാളായി സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ആദ്യ പടികളും ഇന്നവൻ കയറി. മത്സരം കഴിഞ്ഞിറങ്ങിയ ഉടൻ ആ സന്തോഷം ആദ്യം അറിയിച്ചതും അമ്മ നീനയെ. ഹലോ, എനിക്ക് ഏകദേശം മദ്ദളത്തില് കണ്ടു മോനെ, വളരെ സന്തോഷം കേട്ടോ. ഇനിയൊരു ആഗ്രഹം ആദർശിനുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇലത്താളമായിരുന്നു 9ാം ക്ലാസ്സിൽ. ഈ വർഷം മദ്ദളത്തിൽ കയറി അമ്മയുടെ അനുഗ്രഹത്താൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ കൊട്ടി A ഗ്രേഡ് വാങ്ങാൻ കഴിഞ്ഞു. എല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നല്ല അഭിമാനമുണ്ട്. ഇനിയൊന്ന് അമ്മയുടെ മുമ്പിൽ നിന്ന് കൊട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് അമ്മയുടെ കാരണത്താൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദർശിന് പെറ്റമ്മ നീനയാണെങ്കിലും പോറ്റമ്മ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തന്നെയാണ്. അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് കൊട്ടണമെന്ന ആഗ്രഹമാണ് ആദർശിന് ഇനി ബാക്കി. ആദർശിനും ക്യാമറമാൻ പ്രതിവാളത്തുകളിലുമൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.